നമ്മള് അറിഞ്ഞത് മീഡിയകൾ വഴിയാണ് ഈ സംഭവം അറിഞ്ഞിട്ടുള്ളത്. അടൂർ പോലീസാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തകനായ ഒരാള് ഒരു ക്രൈം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അന്ധവിശ്വാസം എത്രമാത്രം സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇത്. കേവലം ഒരു 15 വയസ്സുകാരിയായ പെൺകുട്ടിയോടാണ് ഇത്തരത്തിലൊരു നടപടി അരങ്ങേറിയിരിക്കുന്നത്. ഈ രഞ്ജു എന്ന് അറസ്റ്റിലായ അയാളെ, അതുമായി ബന്ധപ്പെട്ട് അയാളെ കുറിച്ച് അറിയാമോ? പ്രദേശത്തുള്ള ആളാണ്, അറിയാം. BJPയുടെ നേതാവാണ്. ഈ ഒരു സംഭവം അല്ലാതെ തന്നെ സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇയാൾ തുടർന്ന് പോകുന്നതായിരിക്കില്ലേ? ഇപ്പോൾ ഈ ഒരു കേസ് പുറത്തു വന്നതുകൊണ്ട് തന്നെയല്ലേ ഇത്തരം കാര്യങ്ങളും പുറത്തു വരുന്നത്? അതെ 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 അപ്പം നേരത്തെ ഇത്തരം സംഗതികൾ ഉണ്ടോ എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് വെളിവായിട്ടില്ല. പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം കൂടി അന്വേഷിക്കുമെന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പുള്ളി നേരത്തെ ഇങ്ങനൊരു ഇതുപോലെയുള്ള ക്രൈമുകളിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ആദ്യത്തെ സംഭവമാകാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, തുടർച്ചയായി ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ അല്ലെ അങ്ങനെ ആവർത്തിക്കപ്പെടുന്നതും വലിയൊരു ആശങ്ക തന്നെയാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. പോലീസിന്റെ ഒരു അന്വേഷണം അത് തൃപ്തികരമായ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? ഇപ്പോ ഇത് കേസിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. അപ്പം അതിന്റെ ഒരു പ്രാഥമിക ഘട്ടമാണെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. മീഡിയകളിലൂടെ മറ്റുമൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം പോലീസിന്റെ കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ വീടിനകത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണ്. അപ്പൊ ഇവരിത് പുറത്തു പറയാൻ, ഈ കുട്ടി പുറത്തു പറയാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു വലിയൊരു ക്രൈം പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ വിശ്വാസത്തെ അത് അന്ധവിശ്വാസമാക്കി ആളുകൾ ഏതെല്ലാം തരത്തിൽ മുതലെടുക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ്. കാരണം ഇത് ഒരു നമ്മുടെ നാട്ടിൽ മാത്രം നടന്നിട്ടുള്ള ഒരു സംഭവം അല്ല. പല ഭാഗങ്ങളിലും ഇത്തരം ആഭിചാര ക്രിയകൾ, മനുഷ്യന്റെ അന്ധവിശ്വാസം, ഇപ്പൊ രോഗങ്ങളോ അതുപോലെയുള്ള എന്തെങ്കിലും കഷ്ടതകളോ ഒക്കെ വരുന്ന ഉടനെ ഇതുപോലെ ഉള്ള വ്യാജന്മാരെ തേടി പോകുന്നത്, അവർ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അവസാനം എങ്ങും എത്താത്ത നിലയിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്, അത് സാമ്പത്തിക നഷ്ടം, നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതാണ്. പക്ഷെ പിന്നെയും ആളുകൾ ഈ വഴികളിലൂടെ ഒക്കെ പോകുന്നു എന്നുള്ളതാണ് മഹാകഷ്ടം. അതുപോലെ തന്നെ നാട്ടിൽ എല്ലാവർക്കും മാതൃകയാകേണ്ടുന്ന പൊതുപ്രവർത്തകർ ഇതിന് പിന്നിൽ നിന്നിട്ട് ആളുകളെ എല്ലാ നിലയിലും സാമ്പത്തികമായിട്ടും ലൈംഗികമായിട്ടും ഒക്കെ ചൂഷണം ചെയ്യുന്നത് വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.